മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. ഞാൻ മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ട് വരുമായിരുന്നു. മംഗലാപുരത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് നേരെ ഒരു ഉസ്താദ് എന്ന് പറയാം, ആ ഒരു വസ്ത്രധാരി ആയ ആളുകളൊക്കെ ഉസ്താദ് എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഓക്കെ, ആ മനുഷ്യൻ ആ വൃത്തികെട്ട നാറി ചെയ്ത ഒരു വൃത്തികേട് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ നബീസും ഒക്കെ ടൂർ പോയപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിന് ആളുകൾ ഏത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല. ഒരു കാരണവശാലും ഇതൊരു മതത്തിന്റെ മാത്രം വിഷയമായിട്ട് നിങ്ങൾ ആരും കാണരുത്. ഉദാഹരണമായിട്ട് ഞാൻ ഈ വീഡിയോന്റെ അകത്ത് തന്നെ വേറെ വീഡിയോയും കൂടിയും കൊണ്ടു തരാം. ഇത് എന്താ പറയാ, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളിലുള്ള ജന്തുക്കൾ ചെയ്യുന്ന വൃത്തികേടുകളുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ട് വരുമായിരുന്നു. ഏർലി മോർണിംഗ് ആയിരുന്നു വരുന്നത്, എറണാകുളം എക്സ്പ്രസ്. അപ്പോഴാണ് ഈ ഇൻസിഡന്റ് സംഭവിച്ചത്. ഒരാള് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു. കണ്ടപ്പോ ഭയങ്കര സൈലന്റ് പേഴ്സൺ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ അങ്ങനെ ഉറക്കം വന്നപ്പോ അങ്ങനെ ഉറങ്ങി. അപ്പൊ ആള് എന്റെ ജസ്റ്റ് 2-3 വട്ടം ഇങ്ങനെ തട്ടി. അപ്പൊ എണീറ്റു കൂടെ ആളിങ്ങനെ ബാഡായിട്ട് ഇങ്ങനെ കാണിച്ചും കൊണ്ടിരിക്കേ. എനിക്ക് കണ്ടപ്പോ ആകെ ഷോക്കായി. എനിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ആ വീഡിയോയിൽ ആ ഒരു പെൺകുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ചെസ്റ്റിന്റെ മുകളിൽ 3-4 തവണ ഇയാൾ ഇടിച്ചപ്പോൾ ഉണർന്ന സമയത്ത് ഇയാളുടെ ഈ ലൈംഗിക അവയവം, ഞാനത് ബ്ലറാക്കിയിട്ടാണ് കാണിക്കുന്നത്, അങ്ങനെ ബ്ലറാക്കാതെ കാണിക്കാൻ യൂട്യൂബിൽ കഴിയില്ല. അങ്ങനെ അയാളുടെ ലൈംഗിക ആ ഒരു അവയവം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷ ലൈംഗിക അവയവത്തിന് പ്രത്യേകത ഉണ്ട്, അത് ഫ്ലെക്സിബിൾ ആണ്, അത് ഇളക്കാനൊക്കെ കഴിയും. അപ്പൊ അത് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് ഉണ്ട്, ക്ലിയർ ഒന്നുമില്ല, കാണിക്കാൻ കഴിയില്ല, എന്നാലും കുഴപ്പമില്ല. കണ്ട, ഈ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ഈ കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അയാൾ അതിലേക്ക് ബലം കൊടുത്തുകൊണ്ട് അതിനെ ഇളക്കിപ്പിക്കുക. ഓക്കെ, എന്താ ശരിക്കും ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെൺകുട്ടി ചെയ്യേണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആളുകളെ അത് അറിയിക്കുകയും ഈ നായ്ക്കാട്ടത്തിന്റെ മുഖം അടിച്ച് തിരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. എല്ലാ മതത്തിന്റെ അകത്തും ഉണ്ടാവും കുറെ നാറികൾ. എന്തിനാ മതം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക മതം എന്ന രീതിയിൽ ഇത് മാറ്റും, ഉറപ്പായിട്ടും മാറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നതെന്നല്ല, എല്ലാ മതത്തിലുള്ള പുരുഷന്മാരിലും ചില പുരുഷന്മാരിലുള്ള ഒരു മൃഗം പുറത്തേക്ക് ചാടുന്നതാണ്. അവർക്കാണ് ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ പിടിച്ചു നിർത്താൻ കഴിയാതെയും അമ്മയെയും പെങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒന്നും കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രീതിയിൽ പ്രകൃതി വിരുദ്ധമായിട്ട് പോലും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനി ഉസ്താദ് ആണെങ്കിലും ശരി, ഇനി ഏതൊരു പണ്ഡിതനാണെങ്കിലും, ഏതൊരു മതപണ്ഡിതനാണെങ്കിലും, ഏത് മതമാണ്, ഏത് ജാതിയാണെങ്കിലും ഉള്ളതാ. ഇത് പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല, സ്ത്രീകളിലുണ്ട്. ഇപ്പൊ ഈ ഒരു ആലത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 34-കാരി ഒരു സ്ത്രീ 44-കാരനെ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ട്. പാലക്കാട് ആലത്തൂരിൽ 35-കാരി 14-കാരനുമായി നാടുവിട്ടതും അവരെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയതും ഇന്നലെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊരു മതത്തിന്റെ മുകളിലേക്ക് മാത്രം അടിച്ച് ആക്ഷേപിക്കാൻ ചെയ്യുന്ന ഒരു ശ്രമം നടക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ കൂടി കാണിക്കും. 1 കൊല്ലം ഉണ്ടായതാ ദുരനുഭവം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച് വിദ്യാർത്ഥിനി. ആ ദൃശ്യങ്ങൾ കാണാം. തിരക്കുള്ള ട്രെയിനിലായിരുന്നു ഈ ജോർജ് ജോസഫിന്റെ ലൈംഗികാതിക്രമം. ദൃശ്യങ്ങൾ പകർത്തിയത് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഓക്കെ, ആളെ പേര് കണ്ടല്ലോ. മറ്റേ ആള് ഉസ്താദാണ്, ഈ ആള് ഒരു ക്രിസ്ത്യനാണ്. ഇനി ഹിന്ദു എന്ന് പറയുന്ന നാമധാരികളായിട്ടുള്ള ആളുകൾ ഇത്തരം പരിപാടികൾ ചെയ്യുന്ന ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഈ ട്രെയിനകത്ത് മാത്രമല്ല, പൊതു ഇടങ്ങളിൽ എവിടെ പോയാലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമൊന്നുമില്ല. ഇപ്പൊ നബീസുമയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി. ഈ ഒരു സാധനം ചർച്ച ചെയ്യാതിരിക്കാൻ പാടില്ല, എല്ലാവരും ചർച്ച ചെയ്യണം. നബീസുമ്മയ്ക്ക് ആ ഒരു രീതിയിൽ കമന്റ് ഇട്ട ആളുകളും ഈ വിഷയത്തിൽ കമന്റ് ഇടണം. ഇത് ഒരു ഉസ്താദ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അയാൾ ഒരു ഉസ്താദ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു വേഷധാരികളെല്ലാവരും ഉസ്താദുമാരാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആളുകൾ ആ മതത്തിനോടുള്ള അതിയായ താല്പര്യം കൊണ്ട് ചെയ്യും, ചില ആളുകൾ ആ മതത്തിന്റെ അകത്താണെന്ന് പോലും അറിയാതെ വൃത്തികേടുകളും ചെയ്യും. എല്ലാ മതത്തിലുണ്ട്, അതാദ്യം തന്നെ പറയാലോ. എന്തുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എടുത്ത് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊരു മതത്തിന്റെ മാത്രം വിഷയം ആവരുതല്ലോ.
പൊതുവായിട്ട് എല്ലാ മതത്തിലും ഇത് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ടും പിന്നെ ആ നാറി ചെയ്ത വൃത്തികേടുകളെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആ പെൺകുട്ടി ഉടനെ തന്നെ ചെയ്യേണ്ടിയിരുന്നത് നാട്ടുകാരെ, തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ചറിയിക്കുകയും ആ കള്ള നായിന്റെ മോന്ത അടിച്ച് തേക്കുകയാണ് വേണ്ടത്. പെൺകുട്ടികൾ ഉടനെ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഈ പരിപാടി അവസാനിപ്പിക്കും. എന്തായാലും കൊള്ളാം, ആ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ കിട്ടിയത് നന്നായി. ലോകം മുഴുവൻ അറിയട്ടെ. ഇനി ഇവൻ എങ്ങാനും വിവാഹം കഴിക്കാത്ത ഒരാളാണ് എങ്കിൽ ഇവനൊരു കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചും കൂടി ചിന്തിക്കുന്നത് നല്ലതല്ലേ? അപ്പൊ ആ ആളുകൾ അതൊക്കെ ഒന്ന് അറിയട്ടെ. ഇവൻ ആരും പെണ്ണ് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കട്ടെ. ഇവൻ ഏത് മതത്തിന്റെ ആളായിട്ടാണ് ഇരിക്കുന്നത് അതേ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇവനെ ആ ഒരു പദവിയിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ നിന്നും കരിയില പോലെ അല്ലെങ്കിൽ കറിവേപ്പില പോലെ എടുത്ത് അങ്ങ് താഴെ ഇടാനും കഴിയട്ടെ. നമുക്ക് ഒരാൾ ഒരു കാര്യം ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ അടിച്ച് ആക്ഷേപിക്കാനൊന്നും കഴിയില്ല. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നബീസ് ഉമ്മയുടെ വിഷയത്തിൽ നബീസ് ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്നതും ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് രണ്ട് വിഭാഗമായിട്ട് ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഒരു മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ വിഭാഗങ്ങളായി തിരിയുന്ന അവസ്ഥ അവിടെയും കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തെറ്റാണ് എന്ന രീതിയിൽ തന്നെ പറയുവാൻ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ഊർജം ഉണ്ടാവണം, ആ ഒരു ആണത്തം കാണിക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ്. ഇയാളൊക്കെ ഒരു മതപണ്ഡിതനാണെങ്കിൽ, ഒരു ഉസ്താദ് ആണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മദ്രസയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആൾക്കെതിരെ കേസ് എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേസ് എടുക്കുകയും ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി പൊക്കുകയും എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറം ലോകത്തേക്ക് എത്തുക തന്നെ വേണം. ഇവിടെ ഒരു മതത്തിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുന്നതിൽ ശരിയൊന്നുമില്ല. എല്ലാ മതത്തിലുള്ള ആളുകളും വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ആളുകൾ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എത്ര സജീവമായതുകൊണ്ടും എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഉള്ളത് കൊണ്ടും ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്നു. ഇതൊന്നും അല്ലാത്തൊരു കാലത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. പല അമ്മച്ചിമാരും ഇപ്പൊ പറയുന്ന പലതും കേൾക്കാറില്ല. പണ്ട് എന്റെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഒന്നും അറിയാനുള്ള സംവിധാനങ്ങളില്ല. ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതൊക്കെ സ്പോട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി അയാളെ മുഖം അടിച്ചത് തിരിച്ചെങ്കിൽ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ എളുപ്പമായേനെ. കുഴപ്പമില്ല. എന്തായാലും വീഡിയോ എല്ലാവരുടെ കയ്യിലെത്തി. പരമാവധി ഷെയർ ചെയ്യുക. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുമ്പോൾ അവന് തോന്നേണ്ടത് തോന്നിക്കോളൂ. നാളെ അവൻ ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ നേരത്ത് ഈ ഒരു രീതിയുമായി വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മുന്നേ തന്നെ കണ്ടെത്തിയത് നന്നായി. ഇനി ഇത് മുന്നെയാണോ കണ്ടെത്തിയത്, നമ്മൾ വൈകിട്ടുള്ളതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഒരു അവസരം കിട്ടി അവന്റെ മുഖം എല്ലാവരും ഒന്ന് കണ്ടു. വേറൊന്നും പറയുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇവിടെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അകത്ത് ചെറിയ രീതിയിലുള്ള കാടത്തരങ്ങൾ ഉണ്ടാവും. പല മനുഷ്യന്മാരും അത് പുറത്തേക്ക് കാണിക്കും. അങ്ങനെ പുറത്തേക്ക് കാണിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ കാണുള്ളൂ. അകത്തുള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളെ നമ്മൾ അറിയില്ല. അവൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോവുക. അത്രയും പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുവതற்கு സന്ദീപ് പോൾ സൈനിങ് ഓഫ്.